ഇപ്പോൾ വരുന്ന ദൃശ്യത്തിലേക്ക് പോയി കണ്ണൂരിൽ ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. തദ്ദേശ സ്ഥാപനങ്ങളിലെ UDF പ്രതിനിധികളെ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ചാണ് വാക്കേറ്റമുണ്ടായത്. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, വിശദാംശങ്ങൾ എന്താണ്? വിനീത, അതായത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഹജ്ജ് ക്യാമ്പ് സജ്ജമാക്കാറുള്ളതാണ്. ആ ഹജ്ജ് ക്യാമ്പിനോടനുബന്ധിച്ച് അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ സംഘാടക സമിതി രൂപീകരണത്തിലാണ് ഇത്തരത്തിൽ ഒരു കയ്യാങ്കളി ഉണ്ടായത്. സാധാരണഗതിയിൽ ഈ സംഘാടക സമിതി രൂപീകരണത്തിലേക്ക് ഈ വിമാനത്താവളത്തിന് സമീപ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും ജനപ്രതിനിധികളെ ക്ഷണിക്കാറുണ്ട്. അതായത് LDFന്റെയും UDFന്റെയും മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ എല്ലാം ക്ഷണിക്കാറുള്ളതാണ്. എന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള UDF ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ അധ്യക്ഷന്മാരെയും അതിന്റെ പ്രതിനിധികളെ ആരെയും തന്നെ ഈ സംഘാടക സമിതി രൂപീകരണത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഈ രൂപീകരണ യോഗം നടക്കുന്നതിനിടയിൽ തന്നെ ഈ കാര്യങ്ങൾ ചില ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പിന്നീട് അങ്ങോട്ടൊരു കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത്. എന്തായാലും നേതാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ ഇടപെട്ടുകൊണ്ട് താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. സംഘാടക സമിതി യോഗം പക്ഷേ അലങ്കോലമായി പിരിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. വിനീത, ശരി. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ.